12 ദിവസത്തെ പൂജയുടെ സമാപന ദിവസമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ ശാന്തി വന്ന് പൂജകളൊക്കെ തുടങ്ങിയിരുന്നു. ഇരുമുടി എടുക്കാനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇരുമുടിക്കെട്ടൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇരുമുടിയെല്ലാം ശാന്തി ഒന്നുകൂടി പൂജിച്ചു. താലപ്പൊലി എടുക്കാനുള്ളവരെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വർഷകാലങ്ങൾ കൊണ്ട് അമ്പലത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോരാടി അമ്പലത്തിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉയർത്തിയെടുത്തതിന് അമ്മയ്ക്ക് ഭക്തജനങ്ങൾ എല്ലാവരും ചേർന്ന് പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. വിളിച്ചേലി പ്രാർത്ഥനയോടുകൂടി പൂജകൾക്കെല്ലാം തുടക്കം കുറിച്ചു. അമ്മ അനുഗ്രഹിച്ചു വന്നാണ് വ്രതമെടുത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും തലയിൽ ഇരുമുടി എടുത്ത് വെച്ചു കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും തലയിൽ ഒന്നിലധികം ഇരുമുടികൾ എടുത്ത് വെച്ചു കൊടുക്കാറുണ്ട്. കണ്ണുകൾ മടച്ചു പിടിച്ച് ഓരോരുത്തരുടെയും തലയിൽ ഇരുമുടി എടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ ഭക്തി കൊണ്ട് അത് ഏറ്റുവാങ്ങുന്നവൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു പോകും. മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി ഇരുമുടി എടുത്തുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറുകയാണ്. കെട്ടുമായി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയ സമയത്തായിരുന്നു മേളക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം കയറി. ഇവർ രണ്ടുപേരും തൈപ്പൂയത്തിനുള്ള വ്രതത്തിലായിരുന്നു. അമ്മയുടെ മകനായ മുരുകൻ്റെ അനുഗ്രഹമാണ് ഇവർക്കുണ്ടായത്.
അമ്മയ്ക്കൊരു മലയുണ്ട് ഏരിമല. അപ്പോഴേ നമ്മുടെ ഈ 12 നോയമ്പിനോട് അനുബന്ധിച്ച് എനിക്ക് 2 കുഞ്ഞുങ്ങൾ ഇത് കണ്ടോ, അതങ്ങനെ ഇരിക്കുന്ന ഇച്ചിരി നേരം അങ്ങനെ ഇരിക്കും. അവന് അനുഗ്രഹം കൊടുത്തിട്ടില്ല, അപ്പോൾ അതന്നെ അബോധാവസ്ഥയാണ്. കുഞ്ഞിന് അനുഗ്രഹം കൊടുക്കണോ? അവന്റെ ശരീരത്തുനിന്ന് അടുത്തതായിട്ട് വന്നിട്ടുണ്ട്. നാഗരാജ നമസ്തേ, നാഗരാജ നമസ്തേ, നമോ നമോ നാഗരാജ നമസ്തേ, നാഗരാജ നമസ്തേ. ഇരുമുടിയെല്ലാം ഇറക്കി വെച്ച് അവസാനത്തെ പൂജയും കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അവസാനത്തെ ദിവസമായതുകൊണ്ട് തന്നെ പ്രഥമൻ ഉൾപ്പെടെ എല്ലാ വിഭവങ്ങളോടും കൂടിയ വിഭവസമൃദ്ധമായ ഊണായിരുന്നു നടത്തിയിരുന്നത്. വൈകിട്ട് ദീപാരാധനയുടെ സമയമായിരുന്നു. കുറച്ച് പറയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നടത്തി. ഭജന ഉണ്ടായിരുന്നു. വൈകിട്ട് ശാന്തിയാണ് പൂജിക്കാൻ എത്തിയിരുന്നത്. അപ്പോൾ ദീപാരാധനയ്ക്ക് അമ്മയ്ക്ക് വേണ്ട പൂജകളെല്ലാം കൊടുത്തു. അങ്ങനെ 12 ദിവസം നീണ്ടു നിന്ന നമ്മുടെ 12 നോയമ്പിനൂടെ സമാപനം കുറിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മയുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മുന്നോട്ടുള്ള പൂജകളുടെയൊക്കെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.